ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ആകെ ഒരു ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അതെന്താണ്? ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി സാധ്യത കാണുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അതായത് നമുക്ക് ആവശ്യമുള്ളതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. മലയാളത്തിൽ മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം, അഥവാ നമുക്ക് ആവശ്യമുള്ളതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം മക്കളെ, നമ്മൾ എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാലും പ്രോബബിലിറ്റിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എന്തൊരു കാര്യത്തിന്റെ സാധ്യത നമ്മൾ കണ്ടുപിടിച്ചാലും മാക്സിമം നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. മിനിമം എത്രയാണ് കിട്ടുക? 0 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കും ഈ 0 മുതൽ 1 വരെ, ഇൻക്ലൂഡിങ് 0 ആൻഡ് 1ഉം 0യും ഉൾപ്പെടെ അതിന്റെ ഇടയിലായിരിക്കും സാധ്യത എന്ന ഏതൊരു കാര്യത്തിന്റെ പ്രോബബിലിറ്റി നിങ്ങൾ കണ്ടുപിടിച്ചാലും മിനിമം വാല്യൂ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഏറ്റവും സിമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരാവുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ മക്കളെ, എല്ലാവരും ഒന്ന് വായിച്ചേ. എ ബോക്സ് കണ്ടെയ്ൻ 7 വൈറ്റ് ബോൾ ആൻഡ് 3 ബ്ലാക്ക് ബോൾ. ഒരു പെട്ടിയിൽ 7 വെളുത്ത പന്തുകളും അതുപോലെ 3 കറുത്ത പന്തുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പെട്ടി ഇവിടെ ഞാനിങ്ങനെ വരക്കുന്നുണ്ട്. നോക്കിയേ, ഒരു പെട്ടിനകത്ത് എന്താ പറയണത്? 7 വൈറ്റ് ബോളും 3 ബ്ലാക്ക് ബോളും. അതിനർത്ഥം ടോട്ടൽ ആകെ എത്ര പന്തുകളുണ്ട്? 7 + 3. ടോട്ടൽ എത്രയുണ്ട്? 7 + 3 10 പന്തുകളുണ്ട് അല്ലേ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, ഇതിൽ നിന്നും ഒരു ബോൾ നമ്മൾ പുറത്തോട്ടെടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്? അപ്പൊ ഈ പെട്ടിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് കറുത്ത പന്താകാനുള്ള സാധ്യത. അപ്പൊ കറുത്ത പന്താകാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്, ബ്ലാക്കിന് ഞാൻ ബി എന്ന് എഴുതുന്നുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എന്താ നമ്മളുടെ ഫോർമുല? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമുക്ക് ആവശ്യമുള്ളതിന്റെ എണ്ണം അതെന്താണ്? നോക്കിയേ, ഈ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്, കറുത്ത പന്താകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക്, അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ടോട്ടൽ എത്രയാണ്? 10. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോർമുല മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടതാണ്. ഇവിടെ ഞാൻ ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറയാണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, നമുക്ക് കറുത്ത പന്താകാനുള്ള സാധ്യത അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ ബ്ലാക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3 ബ്ലാക്ക് ബോള്, ടോട്ടൽ 10. അപ്പൊ 3 ഹരിക്കണം 10, 3/10 കിട്ടി. ഇനി ഇവിടെ നമ്മളടുത്ത് കറുത്ത പന്ത് അല്ലാത്തതിന്റെ സാധ്യത, കറുത്ത പന്ത് ആവാനുള്ള സാധ്യത നമുക്കറിയാം. അപ്പൊ അത് അല്ലാത്തതിന്റെ സാധ്യത നമ്മളടുത്ത് ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ കറുത്ത പന്ത് അല്ല എന്ന് പറഞ്ഞാൽ അത് ആരാണ്? വെളുത്ത പന്ത് അല്ലെങ്കിൽ വൈറ്റ് ബോൾ ആണല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ സാധ്യതയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം, ബ്ലാക്ക് ബോൾ ആകാനുള്ള സാധ്യത നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബോൾ അല്ലാത്തത്, നോട്ട് എ ബ്ലാക്ക് ബോൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നോട്ട് എ ബ്ലാക്ക് ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ബോൾ ആണ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്നും ബ്ലാക്ക് ബോളിന്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. മറന്നു പോകരുതേ. ബ്ലാക്ക് ബോൾ, കറുത്ത പന്തിന്റെ സാധ്യത അറിയാമെങ്കിൽ കറുത്ത പന്ത് അല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് ആയുള്ള ആളുടെ പ്രോബബിലിറ്റി ചോദിച്ചാൽ ടോട്ടൽ 1ൽ നിന്നും നമുക്ക് അറിയുന്നത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 1 ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എല്ലാവർക്കും അറിയില്ലേ, 2 ഭിന്നസംഖ്യകൾ തമ്മിൽ 10 അല്ലേ? അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് -3 വരും, ഡിവൈഡഡ് ബൈ 10 അല്ലേ? ഓക്കെ, 1 × 10 10 മൈനസ് 1 × 3 3 മൈനസ് 10. അപ്പൊ എത്ര വരിക? 10 -10 അല്ല, ഹരിക്കണം 10. അപ്പൊ എന്താ വരിക? 7/10 വരില്ലേ? അത് തന്നെയല്ലേ കറുത്ത പന്ത് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ആരാ? വെളുത്ത പന്ത്. ബ്ലാക്ക് ബോൾ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോൾ. അപ്പൊ വൈറ്റ് ബോളിന്റെ പ്രോബബിലിറ്റി കണ്ടോ? 7/10 കിട്ടിയില്ലേ? അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എ എന്നൊരാളുടെ പ്രോബബിലിറ്റി അറിയാം എന്നുണ്ടെങ്കിൽ എ അല്ലാത്തതിന്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ നിങ്ങൾ 1ൽ നിന്നും നിങ്ങൾക്ക് അറിയുന്ന എയുടെ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. എയുടെ പ്രോബബിലിറ്റി അറിയാമെങ്കിൽ എ അല്ലാത്തതിന്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ സിമ്പിൾ ആണ് മക്കളെ. നമ്മൾ ടോട്ടൽ 1ൽ നിന്നും നമുക്ക് അറിയുന്ന എ മൈനസ് ചെയ്താൽ എ അല്ലാത്തത് കിട്ടും.
ബ്ലാക്ക് ബോളിന്റെ പ്രോബിലിറ്റി അറിയാം. അപ്പോൾ ബ്ലാക്ക് അല്ലാത്തതിന്റെ കിട്ടാൻ 1ൽ നിന്നും ബ്ലാക്കിൻ്റെത് മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഭിന്നസംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7/10 കിട്ടും, അഥവാ വൈറ്റിൻ്റെത് 7/10 കിട്ടും. അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വായിച്ചേ നോക്കിയേ. വീണ്ടും നമ്മളുടെ ഒരു ബാഗ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ബോൾ ആൻഡ് 7 ഗ്രീൻ ബോൾ. അപ്പൊ നമുക്കൊരു ബാഗ് വരക്കാം. ബാഗ് ബോക്സ് ഒക്കെ സെയിം ആണ്. ബാഗ് ബോക്സ് ഒക്കെ സെയിം ആട്ടോ. ഇനി ഞാൻ ഓരോന്ന് ചിത്രം വരച്ചിരിക്കാൻ നിൽക്കണ്ട. ഓക്കെ. സോ എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ്, 3 റെഡ്, പിന്നെയോ 7 ഗ്രീൻ. അപ്പോൾ ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട് അല്ലേ. സോ എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ആൻഡ് 7 ഗ്രീൻ. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര വരിക? ടോട്ടൽ എഴുതി വെക്കാം 10. ടോട്ടൽ 10 ബോൾ. പിന്നെ എന്താ പറയുന്നത്? അനദർ കണ്ടെയ്ൻ വേറെ. അപ്പൊ ഇത് ബാഗ് 1 ആണ്. രണ്ടാമത് വേറൊരു ബാഗും കൂടെ ഉണ്ട്. അതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? അനദർ ബാഗ് കണ്ടെയ്ൻ 8 റെഡ് ആൻഡ് 7 ഗ്രീൻ. അപ്പൊ നോക്കിയേ, 8 റെഡും 7 ഗ്രീനും. അപ്പൊ ഇത് ടോട്ടൽ സമ്മ് ചെയ്താൽ എത്ര കിട്ടുക? 8 + 7 എന്ന് പറയുമ്പോൾ ടോട്ടൽ 15 കിട്ടും. ക്ലിയർ? ഇതാണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? അപ്പോൾ ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും അല്ലേ. അപ്പൊ ആദ്യത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത. അപ്പൊ ഇവിടെ ആദ്യത്തെ ഇവിടുന്ന് ഒരു പന്ത് നമ്മൾ എടുത്താൽ അത് റെഡ് ആകാനുള്ള, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റെഡ് ആണ് കാണേണ്ടത്. എങ്ങനെയാ പ്രോബിലിറ്റി ഓഫ് റെഡ് കാണാമെന്ന് പറഞ്ഞ്? നമുക്ക് ആവശ്യമുള്ളതിന്റെ എണ്ണം, റെഡിന്റെ എണ്ണം 3 ഡിവൈഡ് ബൈ ആകെ എണ്ണം 10. അപ്പൊ 3/10 3/10 കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ? അപ്പൊ രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? If a ball is drawn from the first bag, what is the probability that it is red? ഒന്നാമത്തെ ബാഗിൽ നിന്നും ഒരു ബോൾ എടുത്താൽ അത് റെഡ് ആകാനുള്ള സാധ്യത, റെഡിന്റെ എണ്ണം 3 ഡിവൈഡ് ബൈ ആകെ എണ്ണം 10. ഇനി രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും നിങ്ങൾ ഒരു ബോൾ എടുത്താൽ അത് റെഡ് ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റെഡ് രണ്ടാമത്തതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 15 ആണ്. രണ്ടാമത്തെ ബാഗിൽ റെഡിന്റെ എണ്ണം എത്രയാണ്? 8 ആണ് അല്ലേ. സോ 8 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. 8 ഡിവൈഡ് ബൈ 15. നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്ത് റെഡ്യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ദ ബോൾ ഇൻ ദ ബോത്ത് ബാഗ് ആർ പുട്ട് ടുഗദർ ഇൻ എ സിംഗിൾ ബാഗ്. മലയാളത്തിൽ പറഞ്ഞാൽ 2 സഞ്ചിയിലേക്കൂടെ പന്തുകൾ ഒരു സഞ്ചിയിലോട്ട് ഇട്ട്. അപ്പൊ 2 സഞ്ചിയിലേയും കൂടെ പന്ത് നമ്മൾ ഒരു സഞ്ചിയിലോട്ട് എടുത്താൽ ഇവിടുന്ന് 3 റെഡും ഇവിടുന്ന് 8 റെഡും കൂടെ കൂടിയിട്ട് 3 + 8 11 റെഡ് ഉണ്ടാവും അല്ലേ. ഇത് രണ്ടും കൂടെ ഒരു ബോക്സിൽ ഇടുമ്പോഴേ ഇവിടുന്ന് 3 റെഡും ഇവിടുന്ന് 8 റെഡും കൂടെ കൂടിയിട്ട് 3ഉം അതുപോലെ 8ഉം കൂടെ 11 റെഡ് ഉണ്ടാവും. ഓക്കെ. പിന്നെ 2 സഞ്ചിയിലെ പന്തുകൾ ഒരു സഞ്ചിയിലാക്കി. ഇനി ഒരു സഞ്ചിയിലാക്കാന്ന് പറയുമ്പോൾ റെഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഗ്രീനും കൂടെ വരണം. ഇവിടുന്ന് 7 ഗ്രീൻ, ഇവിടുന്ന് 7 ഗ്രീൻ. ടോട്ടൽ 7 + 7 14 ഗ്രീൻ. ഇപ്പൊ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? ഇപ്പൊ ടോട്ടൽ 25 ബോൾസ് ആണുള്ളത് അല്ലെ. ഇപ്പൊ ടോട്ടൽ ഒരു മിനിറ്റ് ഓക്കെ. ഇപ്പൊ ഒരു മിനിറ്റ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഇവിടെ മൊത്തം 25 ബോൾ ഉണ്ട്. ഇനി എന്താ മക്കളെ ചോദിച്ചത്? ഒന്ന് വായിച്ചേടാ. 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി. അത് പ്രശ്നമല്ല. അങ്ങനെ മൊത്തം 25 ബോൾ കിട്ടി. എന്നിട്ട് എന്താ പറഞ്ഞത്? if a ball is drawn from this, what is the probability that it is red? ഇനി ഇതിൽ നിന്നും ഒരു ബോൾ എടുത്താൽ അത് റെഡ് ആകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ നോക്കിയിട്ട് പറഞ്ഞേ. ടോട്ടൽ 25. ഇതിൽ റെഡിന്റെ എണ്ണം നമുക്ക് ആവശ്യമുള്ള ഫേവറബിൾ എണ്ണം 11 ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം 25. വെരി വെരി സിമ്പിൾ. ലെറ്റ് us move on to the next question, my dear students. Yes, എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചേ? നമ്പർ ഫ്രം 1 to 20 ആർ റിട്ടൺ ഓൺ പേപ്പർ സ്ലിപ്പ് ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. അതായത് ഒരു ബോക്സിനകത്ത് ഓരോ പേപ്പർ പീസുകൾ ഇട്ടിട്ടുണ്ട്. ഈ പേപ്പർ പീസിനകത്ത് എന്താ ഉള്ളത്? ഈ പേപ്പർ പീസിനകത്ത് 1 2 3 അങ്ങനെ 20 വരെയുള്ള നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ കളിക്കില്ലേ, അതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ ചെറുതാക്കി കീറിയിട്ട് ഓരോ പേപ്പറിനകത്ത് ഓരോ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് നമ്പറാ? 1 മുതൽ 20 വരെയുള്ള നമ്പർ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മളിങ്ങനെ കളിക്കൂലേ. അപ്പൊ ഒരു ചെറിയ പേപ്പർ പീസ് ആക്കിയിട്ട് ഓരോ പേപ്പറിനകത്ത് 1 2 3 ഇങ്ങനെ എഴുതി മൊത്തം 20 വരെ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പൊ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഓക്കെ. ഇതിൽ നിന്നും നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്?
ഒരു കടലാസ് കഷ്ണം എടുത്താൽ, അപ്പൊ എന്താ പറയുള്ളത്, ഇഫ് എ സ്ലിപ്പ് ഈസ് ടു ബി ടേക്കൺ ഫ്രം ഇറ്റ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്, ഇതിലോട്ട് നോക്കാതെ, നോക്കി ഇതിലോട്ട് നോക്കാതെ കണ്ണടച്ചിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്ന പരിപാടിയല്ല പറഞ്ഞത്, കണ്ണടച്ചിട്ട് നോക്കാതെ എടുക്കണം. അങ്ങനെ കണ്ണടച്ചിട്ട് നോക്കാതെ നിങ്ങൾ എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ ആണ് നമ്മൾ കാണേണ്ടത്. പ്രൈം നമ്പർ കാണുക എന്ന് പറഞ്ഞാൽ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ അല്ലെ, മലയാളത്തിൽ അഭാജ്യ സംഖ്യകൾ. അപ്പൊ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് 1 മുതൽ 20 വരെ ഉള്ളതിനകത്ത് പ്രൈം നമ്പേഴ്സ് ആയിട്ട്, അപ്പൊ നമുക്കറിയാം ഫേവറബിൾ, നമുക്ക് ആവശ്യമുള്ളതിന്റെ എണ്ണം ഡിവൈഡ് ബൈ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ 20 ആണ്. ആകെ എണ്ണം 20 ആണ്. ഇനി 1 മുതൽ 20-നകത്ത് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് നോക്കിയാൽ മതി. അപ്പൊ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്, പിന്നെ 3 വരും, പിന്നെ 5, പിന്നെയോ 7, പിന്നെ 8, 9, 10 ഒന്നുമില്ല, പിന്നെ 11 വരും, 13 വരും, പിന്നെയോ 17 വരും, 19 വരും. അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്യണേ. 20 വരെയുള്ള നമ്പേഴ്സിന്റെ ഇടയിൽ അഭാജ്യ സംഖ്യകളായിട്ട് വരുന്നത് ആദ്യം 2, പിന്നെ 3, 5, 2, 3, 5, 7, 11, 13, 17 and 19. അപ്പൊ എത്രയാണ് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണം? 1, 2, 3, 4, 5, 6, 7, 8. 8 ഔട്ട് ഓഫ് 20. വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വെച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ 8-നകത്ത് 4 2 times, 20-നകത്ത് 4 how many times? 5 times. So you get 2 divided by 5 എന്ന് കിട്ടും അല്ലെ. 4 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 8-നകത്ത് 4 2 തവണ, 20-നകത്ത് 4 എത്ര തവണയാണ്? 5 തവണ, 2/5 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതാണ് ഞാൻ അടുത്തത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇതൊന്ന് കളയുന്നുണ്ടേ മക്കളെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് ഇവർ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് എ പ്രോബബിലിറ്റി, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബിലിറ്റി ആടാ ചോദിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോ പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ. പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകെ എണ്ണം 20, ഇനി പെർഫെക്റ്റ് സ്ക്വയറിന്റെ എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുമ്പോൾ നോക്കിയേ, 1-ന്റെ വർഗം 1, 2-ന്റേത് 4, 3-ന്റേത് 9, 4-ന്റേത് 16. ഇത്രയല്ലേടാ വരുള്ളൂ അല്ലേ? പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുമ്പോൾ 1-ന്റേത് 1, 2-ന്റെ സ്ക്വയർ 4, 3-ന്റേത് 9, 4-ന്റേത് 16, ഇനി 5-ന്റേത് വരുമ്പോൾ 25 വരും. അത് നമുക്ക് ആകെ 20 വരെ നമ്പർ ഉള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം 4/20. റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്താൽ 4-ൽ 4 ഒരു തവണ, 20-ൽ 4 എത്രയാണ്? 5 തവണ, 1/5 എന്ന് കിട്ടും. 1/5. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളുടെ ജോഡികളുടെ സാധ്യത, പേഴ്സിന്റെ സാധ്യതകൾ, പ്രോബിലിറ്റി കാണുന്ന ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. There are 30 boys and 20 girls in 10A. അപ്പം 10A എന്നുള്ള ക്ലാസ്സിനകത്ത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് വരക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്ലാസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ആയിട്ടിട്ട് വരക്കുന്നുണ്ട്. നോക്കിയേ മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇവിടെ നോക്കിയേ, 10A എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. 10A-നകത്ത് എന്താ ഉള്ളത്? 10A-നകത്ത് 30 ബോയ്സ് ഉണ്ട്, 30 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 50 കുട്ടികളുണ്ട്. 50 കുട്ടികൾ. പിന്നെയോ, സോ there are 30 boys and 20 girls in 10A. 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. ഇനി എന്താ അടുത്തത് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ് ഇൻ 10B. അപ്പൊ 10Bയിലോട്ട് വരുന്ന സമയത്ത് 10B 10B 2 ക്ലാസ് ആണ്. 10Bനകത്തോട്ട് വരുമ്പോൾ 15 ബോയ്സും ഉണ്ട്, അതുപോലെ തന്നെ 25 ഗേൾസും ഉണ്ട്. 25 ഗേൾസ് ഉണ്ട്. അപ്പൊ 15 + 25 എത്ര മക്കളെ? ടോട്ടൽ 40. ടോട്ടൽ 40. എന്നിട്ട് എന്താണ്? 1 സ്റ്റുഡന്റ് ഈസ് ടു ബി ചൂസൺ ഫ്രം ഈച്ച് ക്ലാസ്. 10Aയിൽ നിന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, അതുപോലെ 10Bയിൽ നിന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. 10Aയിൽ നിന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണം, അതുപോലെ 10Bയിൽ നിന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഡാറ്റ എഴുതിയിട്ടുണ്ട്. ഡാറ്റ നോക്കുക. 2 ക്ലാസ്സുകളാണുള്ളത്. 10A ഉണ്ട്, അതുപോലെ 10B ഉണ്ട്. 10Aനകത്ത് 30 ബോയ്സും 20 ഗേൾസും, 10Bനകത്ത് മക്കളെ 15 ബോയ്സും 25 ഗേൾസും. രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ 50ഉം ഇവിടെ 40ഉം ആണ് ഉള്ളത്. ഇനി ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ പുറത്തോട്ട് എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത്
ബോത്ത് ബീയിങ് ഗേൾസ്. രണ്ട് ക്ലാസ്സിൽ നിന്നും വന്നത് ഗേൾസ് ആകണം. ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ വരണം, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ വരണം. വളരെ സിമ്പിളാണ് മക്കളെ, വളരെ സിമ്പിളാണ്. നോക്കിക്കോ, ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ വരാൻ ആദ്യത്തെ ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണം 50, ആകെ എണ്ണം 50, ഗേൾസിന്റെ എണ്ണം 20 ഇൻറ്റു ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ജോഡികൾ പേഴ്സിന്റെ പ്രോബിലിറ്റി കാണാം. അപ്പൊ ഇവിടുന്ന് ഒരു ഗേൾ വരാനുള്ള ചാൻസ് 50 ആണ് ആകെ എണ്ണം. നമുക്ക് ആവശ്യമുള്ളത് ഗേൾ ആണ് അല്ലെ, ബോത്ത് ബീയിങ് ഗേൾ, രണ്ടും ഗേൾ ആകാനുള്ളത് 20. അതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ വരാനുള്ള ചാൻസ് ഇത് 40 ആണ്, 40. ഇവിടുന്ന് ഗേൾ വരാനുള്ള ചാൻസ് 25. അപ്പൊ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, 50ഉം 40ഉം കൂടെ എന്താ കിട്ടുക, 2000 എന്ന് കിട്ടും. 2000. ഇവിടെ 20ഉം 25ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, നമുക്ക് 500 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 0 0 0 0. 5/20 എന്ന് പറയുമ്പോൾ 5-നകത്ത് 5 ഒരു തവണ, 20-നകത്ത് 5 4 തവണ. അപ്പൊ ആൻസർ 1/4 എന്ന് കിട്ടും. 1/4. സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. യെസ്, ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഡിയർ സ്റ്റുഡൻസ്? എവരിബഡി ഓക്കെ? യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗേളിന് പകരം പ്രോബബിലിറ്റി ഓഫ് ബോയ് ആണ് നമ്മൾ അടുത്തത് കണ്ടത്, രണ്ടാമത്തത്. അപ്പൊ നമുക്കറിയാം നേരത്തെ പോലെ ടോട്ടൽ 50 കുട്ടികളാണ് ആദ്യത്തെ ക്ലാസ്സിൽ. അതിൽ നിന്നും ബോയ്സിന്റെ എണ്ണം നോക്കിയേ, ബോയ്സിന്റെ എണ്ണം എത്രയാണ്, 30 ആണ് വരിക. 30 ഇൻറ്റു ഇവിടെ രണ്ടാമത്തെ ക്ലാസ്സിൽ ടോട്ടൽ 40 കുട്ടികൾ, ആകെ എണ്ണം 40. അതിൽ നിന്നും രണ്ടാമത്തെ ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം 15. എത്രയാണ്, 15. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, 2000 കിട്ടും. 2000 കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയുടെ കിട്ടുക എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 3 45ഉം അല്ലെ, അതിനൊരു 0 കൂടെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ വരും. ഈ 0യും 0യും ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിവൈഡഡ് ബൈ 200. 45 ഡിവൈഡഡ് ബൈ 200. 5 വെച്ച് ക്യാൻസൽ ചെയ്ത് വിടാടാ. 45-നകത്ത് എത്ര 5 ഉണ്ട്, 9 തവണ അല്ലെ. 45-നകത്ത് 5 9 തവണ, 45-നകത്ത് 5 9 തവണ. 200-നകത്ത് 5 എത്ര തവണ ഉണ്ടെന്ന് പറഞ്ഞ്, 200-നകത്ത് 100-നകത്ത് 5 20 തവണ. അപ്പൊ 200-നകത്ത് 40 തവണ വരില്ലേ? സോ അല്ലെ, നോക്കിയേ, 50-നകത്ത് 10 തവണ, 100-നകത്ത് 20 തവണ, 180 ആകുമ്പോൾ 30, 200 ആകുമ്പോൾ 40. അപ്പൊ 9 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. 9 ഡിവൈഡഡ് ബൈ 40. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. തീർന്നോ? ഇല്ല, 1 2 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാകാനുള്ള സാധ്യത, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ട്രീറ്റ് ചെയ്യാടാ. രണ്ട് കാര്യങ്ങൾ വരും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി വന്നിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി വരാം. അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി വന്നിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി വരാം. ആ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം എന്താ പറഞ്ഞുള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി, അതൊരു ചാൻസ് ആണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി വന്നിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി വരാം. അപ്പൊ അത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോട്ടോ, വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി എടുക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി വന്നാൽ 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ 50 ഇൻറ്റു, ശ്രദ്ധിക്കണേ, ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി വന്നാൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടിയല്ലേ വരിക. അപ്പൊ നോക്കിയേ, പെൺകുട്ടിയുടെ എണ്ണം 25 ഡിവൈഡഡ് ബൈ 40. അല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടി 30 ഔട്ട് ഓഫ് ടോട്ടൽ 50. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി വന്നപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി 25 ഡിവൈഡ് ബൈ 40. അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി അറിയുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എത്രയാ, 20 ബൈ 50 ഇൻറ്റു. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും പെൺകുട്ടി, അപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയാണ് വരേണ്ടത് അല്ലെ. നോക്കി, ഇവിടുന്ന് ബോയ് ആണെങ്കിൽ ഇവിടുന്ന് ഗേള്. അപ്പൊ ഇവിടുന്ന് 30 ബൈ 50 അതിന്റെ കൂടെ 25 ബൈ 40. അല്ലെങ്കിൽ ഇവിടുന്ന് ഗേള് വന്നാൽ ഇവിടുന്ന് ബോയ്. അപ്പൊ 20 ബൈ 50 15 ബൈ 40 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 40. നോക്കി, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പോലെ ഇതെന്താണ്, ഇത് 2000.
2000. ഇത് 30ഉം 25ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 750 കിട്ടും അല്ലേ? 750. 25 × 3 75ഉം അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ 2000 2000 20 × 15 15 × 2 30ഉം. ഓക്കെ, ഇത് രണ്ടാളുടെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഡിനോമിനേറ്റർ അതുപോലെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ ഇത് തമ്മിൽ പ്ലസ് ചെയ്യാം. ഇത് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 1050 എന്ന് വരും. 1050. ഈ അവസാനത്തെ 0യും 0യും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ 5 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. നമുക്കറിയാം 100-നകത്ത് 20 തവണയാണ് 5. അപ്പൊ 105 എന്ന് പറയുമ്പോൾ 21 തവണ വരും. 21 തവണ. 200-നകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നു 50-നകത്ത് 10, 100-നകത്ത് 20, 150-നകത്ത് 30, 200 ആകുമ്പോൾ 40 തവണ 5 വരും. അപ്പൊ നമ്മൾ അവസാനത്തെ 0യും 0യും ക്യാൻസൽ ചെയ്തിട്ട് 105-ൽ 5 21 തവണ ആൻഡ് 200-ൽ 5 40 തവണ ഇങ്ങനെ വരും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതെന്താണ്? ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത. ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിയേ, അത് വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയാകാം, രണ്ടും ആൺകുട്ടിയാകാം. അപ്പൊ അതിനർത്ഥം ഒരിക്കലും പെൺകുട്ടി വരരുത് എന്നല്ലേ? ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കേ, തിങ്ക്. എന്ത്? ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് അല്ലെ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീങ് എ ബോയ്? അപ്പൊ നമ്മൾ എ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി എടുക്കുന്നു, ബി ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി എടുക്കുമ്പോൾ അത് ഒരു ആൺകുട്ടിയെങ്കിലും കിട്ടണം. ഒരു ആൺകുട്ടിയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞാൽ എ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം, അല്ലെങ്കിൽ ബി ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം, അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം. അതിനർത്ഥം ഒരിക്കലും നിങ്ങൾക്ക് 2 ക്ലാസ്സിൽ നിന്നും പെൺകുട്ടിയെ കിട്ടരുത് എന്നല്ലേ? അപ്പൊ ഓൾറെഡി നമുക്ക് രണ്ടും പെൺകുട്ടി ആവാനുള്ള സാധ്യത അറിയാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ അവസാനത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഒരു ആൺകുട്ടി എ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, ബി ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഈ 2 കുട്ടികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആൺകുട്ടിയാകണം എന്ന് പറഞ്ഞാൽ എ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം, അല്ലെങ്കിൽ ബി ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം, അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ നിന്നും ആൺകുട്ടിയെ കിട്ടാം. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തത് എന്താണ്? ഒരിക്കലും 2 ക്ലാസ്സിൽ നിന്നും കൂടെ പെൺകുട്ടിയെ കിട്ടരുത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ജി എന്നുള്ള ആള് വരരുത് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ജി നിങ്ങൾക്ക് അറിയാം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ജി അല്ലേ നിങ്ങൾ കാണേണ്ടത്? നോട്ട് ജി കാണാൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എയുടെ പ്രോബബിലിറ്റി അറിയാന്നുണ്ടെങ്കിൽ എ അല്ലാത്തതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ചൂടെ? അത് കണ്ടുപിടിക്കാൻ 1 മൈനസ് ജിയുടെ പ്രോബിലിറ്റി 1 മൈനസ് 1/4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. ഇവിടെ ഒരു 1 ഇമാജിൻ ചെയ്തിട്ട് ക്രോസ് ചെയ്താൽ 4 മൈനസ് 1 അല്ലെ? 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 അഥവാ 3/4 എന്ന ആൻസർ വരും. 3/4. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 5 4 ആർ റിട്ടൺ ഇൻ എ സ്മോൾ പീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പേപ്പറിനകത്ത് 1 2 അതുപോലെ 3 4 5 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? ഇതിൽ നിന്നും പ്രൈം നമ്പർ അല്ലാത്തത് കിട്ടാനുള്ള. അപ്പൊ പ്രൈം നമ്പർ അല്ലാത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് ഇവിടെ ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, പിന്നെയോ 3 ഉണ്ട്, പിന്നെ ആരുണ്ട്? 5 ഉണ്ട്. അപ്പൊ പ്രൈം നമ്പർ അല്ലാത്തത് അല്ലെ, അത് അഭാജ്യ സംഖ്യ ആകാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകൾ 2ഉം 3ഉം 5ഉം അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ അതല്ലാത്തത് പറയുമ്പോൾ പിന്നെ 1ഉം 4ഉം മാത്രമേ ഉള്ളൂ. 2 out of 5. 2 out of 5. പ്രൈം നമ്പേഴ്സ് ആയിട്ട് ഒന്നല്ല 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇവർ 3ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതല്ലാത്തത് 1ഉം 4ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് 2 out of 5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ജോമെട്രിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്ന ഏരിയ എന്നുള്ള ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. നോക്കി, ഇതിനകത്തോട്ട് നിങ്ങൾ ഇതിപ്പം ഇതിനകത്ത് നിങ്ങൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻസൈഡ് ദ സർക്കിൾ? അപ്പൊ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് ഇതിനകത്തോട്ട് തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡോട്ട് അല്ലെ, ഈ സർക്കിളിനകത്ത് ഒരു ഡോട്ട് കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജോമെട്രിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്ന ഏരിയനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് r എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. പിന്നെ ഒരു സ്ക്വയർ, ഒരു സമചതുരം ഉണ്ട്. ആ സമചതുരത്തിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അല്ലെ, ഒരു സമചതുരത്തിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻസൈഡ് ദ സർക്കിൾ? നമ്മളൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഡോട്ട് ഈ സർക്കിളിന്റെ അകത്ത് വരാനുള്ള സാധ്യത. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഡോട്ട് ഇൻസൈഡ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ആരാ? സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയ
പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആകെ ഏരിയ എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ ഏരിയ എ സ്ക്വയർ. അപ്പൊ പൈ ആർ സ്ക്വയർ എന്നുള്ളിടത്ത് പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ് 5 ആണ് അല്ലെ. അപ്പൊ 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ സമചതുരത്തിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ എന്ന് വരും. അപ്പൊ നോക്കി പൈ ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 4ഉം ദാറ്റ് ഈസ് പൈ ഡിവൈഡഡ് ബൈ 4 എന്ന ആൻസർ വരും. പൈ ഡിവൈഡഡ് ബൈ 4. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തത് സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള അത്യാവശ്യം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.